ഹലോ, തിരുവാതിരയൊക്കെ ആയി. കൂവ അരച്ച് പിഴിയാണ് കേട്ടോ. കുറച്ച് കൂവ കിട്ടി, അത് ഒക്കെ മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ചെമ്പിൽ തുണി കെട്ടി വെള്ളം നിറച്ച് എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഈ അരച്ചത് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് പിഴിഞ്ഞെടുക്കണം. ചണ്ടി പോരൂല, അല്ലാതെ അതിന് വലിയ തരിപ്പല്ല. അതെടുത്തിട്ട് ഇങ്ങനെ അതിട്ട് കോരി പിഴിയൽ കഴിഞ്ഞിട്ട് അതിലേക്ക് ഇങ്ങനെ കോരി എടുക്കണം ചണ്ടി. എന്നിട്ട് നല്ലോണം അമർത്തി പിഴിഞ്ഞ് ശരിയാക്കണം. എന്നാലേ ഉള്ളൂ പൊടി ഊറുക. മിക്സിയിൽ അടിച്ചതുകൊണ്ട് നല്ലോണം അവിടെ പൊടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ പൊടി ശരിക്കും കിട്ടണമെങ്കിൽ നല്ലോണം അതുപോലെ ചെമ്പിൽ തുണി കെട്ടിയാണ്ട് പിഴിഞ്ഞെടുക്കണം. അതിൽ കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് ഒന്നും കൂടി മിക്സിയിൽ അടിക്കും വേണം. ആദ്യമൊക്കെ ഉരലിലൊക്കെ ഇട്ട് ഇടിക്കുകയായിരുന്നല്ലോ നമ്മൾ. ഇപ്പം അതൊന്നുമല്ല. ഇപ്പം ഇങ്ങനെ മിക്സിയിൽ ചെറുതാക്കി കഷ്ണങ്ങളാക്കി മിക്സിയിൽ അടിച്ച് അങ്ങനെ തുണി കെട്ടി അങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. ഇപ്പം അങ്ങനത്തെ പണിയാണ്. ഞാൻ അതൊക്കെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് ചെമ്പിലിങ്ങനെ വെള്ളം ഊറാൻ വെക്കണം. ചെമ്പിൽ ഇത് ഊറാൻ വെച്ചിട്ട് പിന്നെയാണ് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടാണ് അതിൻ്റെ പൊടി കിട്ടുള്ളൂ. പിന്നെ അതിൽ കുറേ കട്ടുണ്ടാവും. കട്ടൊക്കെ ഒന്നും കൂടി വെള്ളം ഒഴിച്ച് ഊറ്റി കളയണം. അപ്പോൾ പൊടിയൊക്കെ പിഴിഞ്ഞ് ഊറാൻ വെച്ചിട്ടോ. ഇനി അത് കുറച്ച് നേരം 1 മണിക്കൂറൊക്കെ 2 മണിക്കൂറൊക്കെ അടച്ച് വെക്കുക. എന്നിട്ട് ആ വെള്ളം ഊറ്റി കളയണം. തെളി വെള്ളമൊക്കെ ഊറ്റി കളയണം. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയട്ടെ. എന്നിട്ട് വേണം അടിയിലോട്ട് പൊടി ഉണ്ടോയെന്ന് അറിയും വേണം. പിന്നെ നല്ല വെള്ളം ഒഴിച്ച് കലക്കി വീണ്ടും ഒന്ന് കലക്കി വെക്കണം. അപ്പോൾ പൊടിയൊക്കെ ഊറി കുറേയൊക്കെ ഊറി ലെവലായതാണ്. അപ്പോൾ ആ വെള്ളം മുഴുവൻ കുറേണ്ട് ഒഴിച്ച് കളഞ്ഞിട്ട് 1/4 ഭാഗം വെള്ളം ഒഴിച്ച് കളയുക. എന്നിട്ട് പിന്നെ പൊടി ഇളകാതെ വീണ്ടും അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി പൊടിയൊക്കെ ഇട്ടുണ്ടോയെന്ന് നോക്കുകയാണ് കേട്ടോ. പൊടിയൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. എന്നാലും മാത്രമുള്ള പൊടിയൊന്നുമില്ല. ഇളയതായതുകൊണ്ട് കുറച്ചൊക്കെ മൂത്തതാവണം. ഇത് ഇളയ കൂവയാണ് കിട്ടിയത് ഞങ്ങൾക്ക്. ഞാൻ അതിൽ നല്ല വെള്ളം ഒഴിച്ച് ആ പൊടിയിലൊന്ന് കലക്കി നല്ല വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഊറാൻ വെക്കുക. എന്നിട്ട് പൊടിയൊക്കെ കുറേശ്ശൊക്കെ ഉണ്ട്. ഊറാൻ വെച്ചിട്ട് ആ പൊടി എടുത്ത് മുണ്ടിൽ കെട്ടി തൂക്കി വെക്കുക. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ വാർന്ന് പോയിട്ട്